ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്റെ അമ്മ ആ പഴയ വീട്ടിൽ താമസിക്കുന്നത് നല്ലതെന്ന്. അമ്മയ്ക്ക് പെരുമാറാൻ അറിഞ്ഞൂടാ. അമ്മ കാരണം സുശീല ചേച്ചിക്കും സുഭദ്രയ്ക്കും നാളെ എന്നോട് ദേഷ്യം തോന്നും. എടി, നിന്റെ ഭർത്താവ് ശരിക്കും മുതലാളി തന്നെയാ, ഒരു കൊച്ചു രാജാവ്. ഞാനത് കണ്ടുപിടിച്ചു. എന്താ ആലോചിക്കുന്നത്? ഓർത്തോർത്ത് ചിരിക്കുന്നുണ്ടല്ലോ. ഏയ് മുതലാളി, സുകുമാര മുതലാളി, എന്താ ഞാൻ അടുത്ത് കിടക്കുന്നത് പോലെ മറന്നോ? എന്താ ഇങ്ങനൊരു പാവം? ഞാൻ വിഷമിക്കുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്ന നീ എന്താ ഇങ്ങനെ തളരാൻ? കൊച്ചമ്മാവിന് വന്ന മാറ്റം അമ്മ ശ്രദ്ധിച്ചോ? കൊച്ചേട്ടൻ ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ല, അത് തന്നെയാ മാറ്റം. അഭയം തേടി നമ്മൾ കരുണാലയത്തിലേക്ക് വന്നപ്പോൾ ബന്ധുക്കളെല്ലാം നമ്മളെ പുറത്തു ചാടിക്കാൻ ഒത്തുചേർന്നു. അന്ന് കൊച്ചമ്മാവനെ നമ്മളെ വിളിച്ചകത്ത് കയറ്റിയത്. കൊച്ചമ്മാവിന്റെ ബെഡ്റൂമിൽ നമ്മളെ കൊണ്ടുപോയി കട്ടിലിൽ നിങ്ങൾ കിടന്നോ, ഞാൻ പായിട്ട് നിലത്ത് കിടന്നോളാന്ന് പറഞ്ഞു. അന്നത്തെ ആ കൊച്ചമ്മാവനെ ഇന്ന് ഞാൻ കണ്ടില്ല. നളിനി അമ്മയുടെ അമ്മ ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ മിണ്ടാതെ അകത്ത് പോകൂ എന്ന് കൊച്ചമ്മാവൻ പറഞ്ഞിരുന്നെങ്കിൽ, ആ അർത്ഥത്തിലൊരു ശബ്ദം പുറപ്പെടുവിച്ചിരുന്നുവെങ്കിൽ ആ സ്ത്രീയുടെ ഗർവം ആ നിമിഷം അടങ്ങിയേനെ. ആ സ്ത്രീ മുതലാളി എന്നൊക്കെ പറഞ്ഞ് കൊച്ചമ്മാവനെ പൊക്കിയപ്പോൾ ആളങ്ങ് പൊങ്ങി. ആ സമയത്ത് കൊച്ചമ്മാവന്റെ മുഖത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രസന്നതയും ഞാൻ കണ്ടു. മോളെ, അവഗണിക്കപ്പെട്ട് കിടന്ന ഒരാളിന് പെട്ടെന്നൊരു അംഗീകാരം കിട്ടുമ്പോൾ സ്വാഭാവികമായി മാറ്റങ്ങൾ ഉണ്ടായെന്നിരിക്കും. അവര് ചെയ്യുന്നത് പോലെ ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത കൊച്ചമ്മാവനെ എനിക്കും അമ്മയ്ക്കോ പുകഴ്ത്താൻ പറ്റുമോ? എത്ര സുന്ദരമായിട്ട് അവർ അഭിനയിക്കുന്നത്. കൊച്ചേട്ടൻ്റെ ജീവിതം മാറി. ആ മാറ്റം നമ്മൾ അറിയണം. നമ്മളും കുറേയൊക്കെ മാറണം. അമ്മൂമ്മ എന്തിനാ ഒളിച്ചു വെക്കുന്നത്? ഞാൻ ഒളിച്ചു നിന്നോ? ഞങ്ങളെ അമ്മയും മകളുമാണ്, അല്ലാതെ കാമുകനും കാമുകിയൊന്നുമല്ല. ഞങ്ങളിപ്പോൾ സംസാരിച്ചത് എന്താണെന്ന് തുറന്നു പറയാം. ഈ കുടുംബം വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയാണ്. നിങ്ങൾ ഈ ശുദ്ധജലത്തിൽ വിഷം കലർത്തരുത്. അതെ, ഇങ്ങനെ സാഹിത്യമൊന്നും പറയാതെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും മക്കളെ. ഓ, അക്ഷരാഭ്യാസം ഇല്ലാന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. പച്ച മലയാളത്തിൽ അങ്ങ് പറയാം. നളിനി അമ്മായിക്ക് പോലും നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ല. എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ വലിഞ്ഞു കയറി ഇവിടെ ഒന്ന് താമസിക്കുന്നു. താമസിച്ചോ, നല്ല ഭക്ഷണവും കഴിച്ചോ, പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. മോളെ സുഭദ്രേ, എന്നെ നിങ്ങളെന്ന് വിളിക്കരുത്. അങ്ങനെ വിളിച്ചാൽ ഞാൻ നിനക്ക് അന്യായിത്തീരും. പിന്നെ ഞാൻ എപ്പോഴാ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഇടപെട്ടത്? ഞാൻ പെറ്റു വളർത്തിയ പെണ്ണിൻ്റെയും അവള് കല്യാണം കഴിച്ച ആമ്പ്രന്നോൻ്റെയും കാര്യത്തിലാ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള അവകാശം എനിക്കുണ്ട്. ഞാനേ നിന്റെ അമ്മായിയുടെ അമ്മ. എന്നെ നീ ബഹുമാനത്തോടെ അമ്മൂമ്മന്ന് തന്നെ വിളിക്കണം. മോളെ, നീ ഇനി ഒന്നും പറയരുത്. പോയിരുന്ന് പഠിക്കേ. ഓ, പഠിക്കുന്നു. എമ്മയ്ക്ക് ചേരേണ്ടിയിരുന്നില്ല.
ഒരു വീടായ വീട്ടിൽ അംഗങ്ങൾ കൂടുതലായ ഇങ്ങനെ ചില സംസാരങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും. കൊച്ചേട്ടൻ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. കൊച്ചമ്മാവ, അല്ല മോനെ, ഞാൻ ആലോചിക്കായിരുന്നു, ഈ വീടിന്റെ പേര് കരുണാലയം എന്നല്ലേ? കരുണാരൻ മുതലാളി മരിച്ചുപോയില്ലേ? പിന്നെ ആ പേരിന് വല്ല അർത്ഥമുണ്ടോ? ആ, ഈ വീട്ടുപേര് നമുക്ക് സുകുമാര നിലയെന്നാക്കിയാലോ? സുകുമാര നിലയോ എന്ന പേരും വേണ്ട, നമുക്ക് രാജമ്മ നിലയോ എന്നിടാം. കൊച്ചമ്മാവൻ എന്തു പറയുന്നു? കണ്ടോ കണ്ടോ, ഇതിനാണ് അസൂയ എന്ന് പറയണത്. അമ്പാടി തന്നിലോരുണ്ണിയുണ്ടങ്ങനെ, ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണൻ എന്നങ്ങനെ, ഉണ്ണിക്കൊരോടക്കൂഴലുമുണ്ടങ്ങനെ, ഉണ്ണി വയറ്റത്തു ചേറുമുണ്ടങ്ങനെ, ചങ്ങാതിമാരായ പിള്ളേരുണ്ടങ്ങനെ. അമ്മുമ്മേ, ഒന്ന് പതുക്കെ പാട്, ഞാൻ കണക്ക് ചെയ്തോണ്ടിരിക്ക. ആ, ഞാൻ ഇങ്ങനെ ഏതു നേരത്തും കൃഷ്ണനെ വിളിക്കുന്നത് കൊണ്ടാ നിന്റെ കണക്ക് തെറ്റാതിരിക്കുന്നത്, അത് മറക്കണ്ട. അമ്മുമ്മയോടൊരു കാര്യം പറയണെന്ന് കൊറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു. എന്താ? അമ്മ അങ്കിൾ ഇരിക്കുന്ന ബെഡ്റൂമില് അമ്മുമ്മ എന്തിനാ പോകുന്നത്? അങ്കിളിന് ഹോർലിക്സോ ഓട്സോ വേണമെങ്കിൽ അമ്മ കൊണ്ടേ കൊടുത്തോളും. അതെ, അങ്കിളല്ല, അച്ഛൻ. ഇനി നീ സുകുമാരൻ മുതലാളിയെ അച്ഛാന്ന് വിളിക്കണം. അങ്ങനെ വിളിച്ചാൽ അങ്ങേർക്ക് നിന്നോട് സ്നേഹം കൂടും. ഞാൻ എന്റെ വിളി മാറ്റാനൊന്നും പോകുന്നില്ല. അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും അങ്കിളിന് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അമ്മമ്മ നാമം ജപിച്ച് ശ്രീകൃഷ്ണൻ എന്നെ ശല്യം ചെയ്യാതെ കിടന്നുറങ്ങ്. അമ്പാടി തന്നിലോരുണ്ണിയുണ്ടങ്ങനെ, ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണൻ എന്നങ്ങനെ. ഈ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും അധികം സന്തോഷിച്ചത് കോയമ്പത്തൂരിലെ അമ്മായി ഇവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങളിലാണ്, അല്ലേ അമ്മേ? ശരിയാണ്. നിന്നെപ്പോലെ ഞാനും ചേട്ടത്തിയുടെ കാര്യം തന്നെ ആലോചിച്ചത്. കൊച്ചേട്ടന്റെ കല്യാണം നടന്ന പോലും ചേട്ടത്തി അറിഞ്ഞില്ലല്ലോ. അത് ഓർക്കുമ്പോഴാ സങ്കടം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, വല്യമ്മയുടെ മേൽവിലാസം കിട്ടി അവിടെ പോയി അമ്മായിയെ മുരുകൻ ചേട്ടനെ നേരിട്ട് ക്ഷണിച്ചതിന് ശേഷം ഈ കല്യാണം നടത്തിയാൽ മതിയെന്ന്. സുഭദ്രേ, ഈ കല്യാണം നടത്താൻ ഏറ്റവും അധികം ഉത്സാഹിച്ചത് നീയല്ലേ? ഇപ്പോഴെന്താ ഇങ്ങനെ മാറ്റി പറയുന്നത്? ഞാൻ അന്ന് വിചാരിച്ചോ നളിനി അമ്മയുടെ കൂടെ ആ മൂശിട്ട് പിടിച്ച സ്ത്രീ ഇവിടെ കയറുമെന്ന് താമസിക്കുമെന്ന്? മോളെ, നളിനിയുടെ അമ്മയുടെ സംസാര രീതി ശരിയല്ല, ഞാൻ സമ്മതിച്ചു. പക്ഷെ അവർ വായിൽ നിന്ന് തുപ്പുന്ന പുകയിൽ ലേശം തീയുണ്ട്. എന്ത് തീ? അവരുടെ സംസാരം മുഴുവനും വെറും പുകയാ. ചൂടാവാതെ നീ സമാധാനമായിട്ടൊന്ന് ആലോചിച്ചു നോക്ക്. വല്യേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വീടിന്റെ ഭരണ ചുമതല ഏറ്റെടുക്കേണ്ടയാൾ കൊച്ചേട്ടനല്ലേ? കൊച്ചേട്ടന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടും പഠിപ്പില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ ഒതുങ്ങി ഒരു കോണിലിരുന്നു പോയത്? നളിനിയുടെ അമ്മ അവരുടെ മകളുടെ ഭർത്താവിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. അതിലവരെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? ഈ സ്ത്രീ തന്നെയല്ലേ നമ്മൾ കല്യാണാലോചനയുമായി ചെന്നപ്പോ കൊച്ചമ്മാവനെ ഊമയെന്ന് വിളിച്ചത്? അന്ന് നിന്റെ കൊച്ചമ്മാവൻ ആ സ്ത്രീയുടെ മരുമകനായിരുന്നില്ല. അമ്മ എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് ആ സ്ത്രീയെ സഹിക്കാൻ അല്പം പ്രയാസം തന്നെയാ. നീ എന്തിനാ അവരെ സഹിക്കുന്നത്? നിന്റെ കല്യാണം കഴിഞ്ഞാൽ നീ ഭർത്താവിന്റെ വീട്ടിലേക്കോ ജോലി സ്ഥലത്തേക്കോ പോവും. ഞാനിവിടെ തന്നെ കാണും. കൊച്ചേട്ടനെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്കവരെ സഹിച്ചേ മതിയാവൂ. കല്യാണം? ആ കാര്യം അമ്മ എന്നോട് പറയണ്ട. ഈ ജന്മം എനിക്ക് കല്യാണമേ ഇല്ല. പ്രതിജ്ഞയൊന്നും വേണ്ട. നിന്നോട് കല്യാണത്തെക്കുറിച്ച് പറയാനും നിന്റെ കല്യാണം നടത്താനും ഞാൻ മാത്രമേ ഉള്ളൂ. ചേട്ടത്തി മുരുകനും മനഃപൂർവ്വം നമ്മളിൽ നിന്ന് അകന്നു കഴിയുക. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. ദാനം തന്നത് തിരിച്ചെടുക്കാൻ ചേട്ടത്തി തയ്യാറല്ല, അത്ര തന്നെ. ഈശ്വരൻ അനുഗ്രഹിച്ച് നമ്മൾ അവരെ കണ്ടെത്തിയാൽ മുരുകനെ കൊണ്ട് തന്നെ നിന്നെ കല്യാണം കഴിപ്പിക്കും. ചേട്ടത്തി ഇനി അതിനെതിരെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. വല്യമ്മായി ഇനി ഒരിക്കലും നമ്മുടെ മുമ്പിലേക്ക് വന്നില്ലെങ്കിലും, അഥവാ മുരുകൻ ചേട്ടന്റെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിലും, നിനക്ക് യോജിച്ചൊരു പയ്യനെ കണ്ടുപിടിക്കും, കല്യാണം നടത്തും. അതാണ് നിന്റെ വിധിയെന്ന് ആശ്വസിക്കും. വീതി
എല്ലാം വിധി അനുസരിച്ച് നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ അമ്പലങ്ങളിൽ പോകുന്നത്? എന്തിനാ വഴിപാട് നടത്തുന്നത്? നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഞാൻ തോറ്റു. മതിയോ? കിടന്നുറങ്ങ. സമയം പാതിരായി. കിടക്ക്. അച്ഛൻ പിന്നെ ആ വീട്ടിൽ പോയോ? ഏത് വീട്ടിൽ? ഏത് വീടാണെന്ന് ഞാൻ പറയാതെ അച്ഛൻ അറിയില്ലേ? നീ നിന്റെ അമ്മയെ പോലെ വളഞ്ഞ വഴി വരാതെ നേരെ വഴി വാ. സുനിലിന്റെ വീട് അല്ലെങ്കിൽ പ്രഭ താമസിക്കുന്ന വീട് എന്ന് പറയാൻ നിനക്കെന്താ എത്ര മടി? അച്ഛൻ അവിടെ വീണ്ടും പോയോ? അത് പറ. പോയില്ല. എന്താ പോണോ? അല്ല, പ്രഭ പ്രസവിച്ചോ എന്നറിയാനായിരുന്നു. എനിക്കറിഞ്ഞൂടാ. അറിയാൻ പ്രഭ എന്റെ മകളല്ല, മരുമകളുമല്ല. നിനക്ക് വേണമെങ്കിൽ നീ പോയി അന്വേഷിക്ക്. എന്തിനാ? കൊച്ചിന് സുനിലിനെ ചായ ഉണ്ടോന്ന് പരിശോധിക്കാനോ? നീ നിന്റെ ഭർത്താവിനെ പറ്റി ആലോചിക്കുന്നു, ഞാൻ എൻ്റെ ഭാര്യയെ പറ്റി ആലോചിക്കുന്നു. എന്താ നിന്റെ അമ്മയ്ക്ക് സംഭവിച്ചത്? ഇന്ന് 2 ഫോൺ വന്നു, രണ്ടും പരിചയമില്ലാത്ത നമ്പർ. ഹലോ പറഞ്ഞിട്ട് കട്ട് ചെയ്തു. എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. ഹലോ. ഹലോ, ഞാൻ ജോൺസൺ സ്പീക്കിംഗ്. ഡോണ്ട് വറി, വി ആർ ഹിയർ. ഇടാ തന്തയില്ലാത്തവനെ, എന്റെ ഭാര്യയും കൊണ്ട് നീ എങ്ങോട്ടാ പോയേ? അവള് ജീവനോടുണ്ടോ? നീ അവളെ കൊന്നോ? Mind your words. We are on a tour. At present, we are in Penang. എവിടെയാ? Yes, Penang. Do you know Penang? ഹലോ ഹലോ, ഉറക്കെ പറയണ റാസ്കൽ. Once again I say, mind your words. മിസ്റ്റർ, ഞങ്ങളിപ്പം പെനാങ്ങിലാണുള്ളത്. പെനാങ് ഇൻ മലേഷ്യ. റബ്ബറിന്റെ നാട്. വി മേ സ്റ്റാർട്ട് എ ബിസിനസ് ഇൻ പെനാങ്. എടാ ചെറ്റ്, യെസ്. ലളിത എന്റെ ഭാര്യയാണ്. ഫോൺ അവളുടെ കൈ കൊടുക്ക്. മാഡം ഈസ് ബിസി. ഷീ സേസ് ഷീ ഡസന്റ് വാണ്ട് ടു ടോക്ക് വിത്ത് യു. എന്നോട് സംസാരിക്കണ്ട, അവളുടെ മകളോട് സംസാരിക്കാൻ പറ. ഹലോ ഹലോ, ഹലോ ഹലോ, ഞാൻ കോമളമാണ്. അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്ക്. ഹലോ ഹലോ, കട്ട് ചെയ്തു വെച്ചാ. അവൻ അവളെ കൊന്നു കാണും. നമുക്ക് തെറ്റുപറ്റി മോളെ. അന്ന് തന്നെ പോലീസിൽ അറിയിക്കണമായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യൂ വെച്ചാ? ആലോചിക്കണം. ലളിതയും ജോൺസണും ഇപ്പൊ മലേഷ്യയിലെ പെനാങ് എന്ന സ്ഥലത്താന്ന് അവൻ പറയുന്നു. സത്യമാണോന്ന് ആർക്കറിയാം? ജോൺസന് നിന്റെ അമ്മയും കൂടെ പെനാങ്കിൽ ബിസിനസ് തുടങ്ങാൻ പോകുന്നെന്ന്. എന്ത് ബിസിനസ്സാണെന്ന് ആർക്കറിയാം? ഇപ്പോഴെങ്കിലും എന്റെ മോക്ക് മനസ്സിലായല്ലോ അമ്മ മാനേജറുടെ കൂടെ പോയതാണെന്ന്. ആ കാണുന്നതാ അത്. അവിടുന്ന് അങ്ങോട്ട് മാറി. അതെ, ദേ അവിടെ വരെ ഉണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ആരാ? എന്താ ഇവിടെ നോക്കുന്നേ? ആദ്യം നിങ്ങളാരാന്ന് പറ. ഇത് കൊള്ളാലോ, ഒടയോനെ പിടിച്ചു കെട്ടുന്ന കാലോ. ഹേയ് മിസ്റ്റർ, ഈ എസ്റ്റേറ്റ് ഞങ്ങളുടെ വകയാ. എൻ്റെ പേര് രവീന്ദ്രൻ. ഇതെൻ്റെ മകള് കോമളം. യു ആർ മിസ്റ്റർ രവീന്ദ്രൻ? ഓക്കെ ഓക്കെ, മനസ്സിലായി. റസാക്കെ, ആ സ്ത്രീ എഴുതി തന്ന എഗ്രിമെന്റിൽ ലളിത വൈഫ് ഓഫ് രവീന്ദ്രൻ ഉണ്ടല്ലോ. ഇപ്പൊ കാര്യം മനസ്സിലായി.
നിങ്ങൾ മിസ്സസ് ലളിതയുടെ ഭർത്താവ് മകളുമാണല്ലേ? അതെ. ഞാനാണ് ചാക്കോ ചക്കരക്കാട്ടിൽ. ഈ എസ്റ്റേറ്റിന് അഡ്വാൻസ് തന്നത് ഞാനാ. അഡ്വാൻസോ? അതെ, അഡ്വാൻസ്. ഭാര്യയൊന്നും പറഞ്ഞില്ലേ? 50 ലക്ഷത്തിൻ്റെ ഡ്രാഫ്റ്റ് ഞാൻ അഡ്വാൻസായി കൊടുത്തു കഴിഞ്ഞു. ഇത് മിസ്റ്റർ അബ്ദുൾ റസാഖ്, മലപ്പുറത്തുകാരനാണെങ്കിലും ഇദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് പെണ്ണ് കെട്ടിയിരിക്കുന്നത്. ഞാനും റസാഖും ചേർന്ന എസ്റ്റേറ്റ് വാങ്ങുന്നത്. 2 കോടി അല്പം കൂടുതലാണ്, എങ്കിലും ഞങ്ങളങ്ങ് സമ്മതിച്ചു. എന്നാലും അമ്മ നമ്മളോട് ഇങ്ങനെ ചെയ്തല്ലോ. സുനിലിന്റെ അമ്മയും ആ പ്രഭയും ഒക്കെ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും? സുനിൽ എന്ത് വിചാരിച്ച നിനക്കെന്താ? ഈ പ്രഭ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അതിന്റെ അച്ഛൻ ആരാണെന്ന് തീരുമാനിക്കും.